നാട്ടിൽ വന്നിട്ടുള്ള ഒരു വൈകുന്നേരമാണിന്ന്. മമ്മിയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് കാർപോഷൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേന് മമ്മി കുറച്ച് കപ്പ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിഴാമെന്ന് വിചാരിച്ചു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട്. വലിയ കാര്യമായിട്ടുള്ള കപ്പ കൃഷിയൊന്നുമല്ല, മമ്മിയെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ചെറിയ രീതിയിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ പല പ്രാവശ്യമാണ് ഈ പറമ്പിൽ കപ്പ നട്ടിട്ട് നല്ല കയ്പായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാളത്തേന് ഞങ്ങൾ കപ്പയൊന്നും ഇതിൽ കൃഷി ചെയ്യില്ലായിരുന്നു. വീണ്ടും മമ്മി ഒരു ഇഷ്ടം തോന്നിയപ്പോൾ വീണ്ടും കുറച്ച് കപ്പ നട്ടു കൊടുത്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം കപ്പയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ലായിരുന്നു. ചില സമയത്ത് നടുന്ന കപ്പയിൽ ഒരെണ്ണം പോലും കിട്ടാറില്ല. കാരണം പന്നീലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വന്ന് തുരന്ന് ഈ ഒരു കപ്പയെല്ലാം കഴിക്കും. പിന്നാണെങ്കിൽ ഒരു കപ്പയിൽ നിന്ന് കുറച്ച് കപ്പ കിട്ടിയതുകൊണ്ട് രണ്ടാമത്തെ ഒരു മൂടും കൂടെ പിടിച്ച് നോക്കി. അതിൽ നിന്ന് 2 കിഴങ്ങ് കിട്ടി. പിന്നാണെങ്കിൽ ഇതൊക്കെ ഒരു രസമാണല്ലോ, നാട്ടിൽ വരുമ്പോൾ കപ്പ പറിക്കുക, കപ്പ പുഴുങ്ങുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനടിയിലൊരു കപ്പ പോയിട്ടുണ്ടായിരുന്നു. അത് മമ്മി ഒന്ന് മാന്തി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും 2 മൂട്ടിൽ നിന്നും കപ്പ കിട്ടിയിട്ടുണ്ട്. ആദ്യം വിചാരിച്ച് ഞാനൊന്ന് കപ്പ പുഴുങ്ങാമെന്ന്, പിന്നെ വിചാരിച്ചു കപ്പ വേവിച്ച് കളയാമെന്ന്. കപ്പ വേവിച്ചതാകുമ്പം ഇവിടെ എല്ലാവരും കഴിക്കും, പുഴുങ്ങിയത് മോൻ കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ട് കപ്പ ഒന്ന് വേവിച്ചെടുക്കുവാണേ. തേങ്ങയിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക്, 1 നുള്ളി ജീരകം, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കപ്പ പുഴുക്കിനുള്ള അരപ്പ് റെഡിയാകും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച കപ്പയിലേക്ക് ഈ ഒരു അരപ്പും കൂടി തട്ടിക്കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഈ അരപ്പൊന്ന് ആവി കയറ്റിയെടുക്കണേ. ആവി കയറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതാണ് ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ കാണുന്ന കപ്പ വേവിച്ചത്. ഇതിൻ്റെ കൂടെ ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഇന്നാണെങ്കിൽ കുറച്ച് മീനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും മുള്ളില്ലാത്ത മീൻ അല്ലെങ്കിൽ കഷ്ണം മീൻ മാത്രമേ കൂട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മോത മീനാണ് ഇന്ന് കറി വെക്കുന്നത്. ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ കടുക് ചേർക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ കടുക് ചേർക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കടുക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും നന്നായിട്ട് ചതച്ചത് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിന് എണ്ണയൊന്ന് തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇനി ആവശ്യമുള്ളത്രയും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കുടംപുളി ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു അരപ്പൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം. മീനിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് എടുക്കാം. ഇട സമയത്താണെങ്കിൽ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഞാൻ വിതറുന്നുണ്ട്. ലാസ്റ്റിലാണെങ്കിൽ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ കപ്പ വേവിച്ചതും മീൻകറി ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറ്.